തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. പരിപാടിക്കെത്താൻ 4 മണിക്കൂർ വിജയ് മനഃപൂർവ്വം വൈകിയെന്ന് പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു. അനുമതി ഒന്നുമില്ലാതെയാണ് റോഡ് ഷോ നടത്തിയത് എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന്. അതിനിടെ കരൂർ സന്ദർശിക്കാൻ തനിക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കരൂരിൽ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ചതിൽ ടി.വി.കെയും വിജയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിനിടെയാണ് ഗുരുതര പരാമർശങ്ങളടങ്ങിയ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തുവന്നത്. നിശ്ചയിച്ചതിലും 4 മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ആളുകൾ എത്തിച്ചേരുന്നതിനായി പരിപാടി മനഃപൂർവ്വം വൈകിപ്പിച്ചു. പോലീസിന്റെ അനുമതിയില്ലാതെയായിരുന്നു റോഡ് ഷോ. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു ഇത്. അനുമതിയില്ലാതെ മറ്റിടങ്ങളിൽ ഇറങ്ങിയെന്നും സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും എഫ്ഐആറിൽ പറയുന്നു. അതേസമയം ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് വിജയ്. ഇതിനായി അനുമതി തേടി വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിനിടെ സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ നൽകിയ ഹർജി പരിഗണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അരുണ ജഗദീശൻ അന്വേഷണം തുടങ്ങി. കരൂരിലെത്തി കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കരൂരിലെ ദുരന്തഭൂമി സന്ദർശിച്ചു. കരൂർ സന്ദർശിക്കാൻ ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ ഹേമാമാലിനി എം.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എയുടെ 8-അംഗ സംഘത്തെ നിയോഗിച്ചു. അപകട കാരണം വിലയിരുത്താനാണ് സന്ദർശനം. പരിക്കേറ്റവരെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചുവെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ 10-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.